ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് കാർട്ടൂൺ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വരക്കാൻ കഴിവുള്ളവരും പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി മൈൻഡുള്ളവരൊക്കെ ഉള്ള ആളുകൾക്ക് ഫണ്ണി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇത് വഴി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലിപ്പാർട്ട് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ജസ്റ്റ് ഏജ് ചോദിക്കുന്നുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ അങ്ങനെ ലോഡിങ് ആവുമ്പോൾ ട്യൂട്ടോറിയൽസൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിനൊരു നെയിം കൊടുക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഗ്രീൻ സ്ക്രീനോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീനോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഇമേജൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഫോർമാറ്റ് എന്നുള്ളിടത്ത് ഇവിടെ ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ചൂസ് ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇതന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. നമ്മൾ കുറേ ഇമേജസ് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ച് അതൊരു നിശ്ചിത സ്പീഡിൽ റൺ ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് ആ ഒരു ഫോട്ടോ വീഡിയോ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ വീഡിയോ എടുത്താലും ക്യാമറയിൽ വീഡിയോ എടുത്താലും ഒക്കെ അങ്ങനെ തന്നെ ഒരുപാട് ഇമേജസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് തോന്നുന്നതാണ് അതൊരു വീഡിയോ ആയിട്ടും അത് അനങ്ങുന്നതായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ബാൾ ഫോളോ ചെയ്യുന്ന ഒരു ആനിമേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബ്രഷിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ തിക്നെസ്, സ്റ്റെബിലൈസർ, കപ്പാസിറ്റി, കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള ഇത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലുള്ള തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഒരു ബോളാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഒരു റൗണ്ട് വരക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ റൗണ്ടൊക്കെ വരക്കാം. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് എന്ത് വേണേലും ഇങ്ങനെ ഇതിൽ വരച്ചു കൊടുക്കാം. വേണ്ടോ, ഇതിനൊക്കെ നമുക്ക് ഓരോ ഇത് വരച്ചു കൊടുക്കാം. പിന്നെ ഈ അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ റിമൂവ് ആക്കാം. അതുപോലെ ഈ ബ്രഷിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എറേസർ കാണാം. എറേസറിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തിക്നെസ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ആ എറേസറിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടോ, അതിങ്ങനെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനും അതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ അത് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടണ്. അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക. കളർ നമുക്ക് ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ റൗണ്ടിലൊരു ഗ്യാപ്പ് വന്നുകൊണ്ടാണ് അങ്ങനെ ഫുള്ളായിട്ട് ഫില്ലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രഷ് എടുത്തിട്ട് ആ ഗ്യാപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കളർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു കളർ സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ അവിടെ മാത്രമായിട്ട് അത് ക്ലോസ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ചെറിയ ഈ താഴെ കാണുന്ന പിക്ചറിലുണ്ടോ ഒരു ഹെഡിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് കളർ ഫുള്ളായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ മായ്ച്ച് കളയാണ്. ഇനി നമുക്ക് ബോൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ മേലെ കാണുന്നൊരു ഇപ്പോൾ റൗണ്ട് നമുക്കിങ്ങനെ വരക്കാമെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു പെർഫെക്ഷനിലായിട്ട് റൗണ്ട് വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മേലെ കാണുന്ന ഒരു സ്കെയിലിൻ്റെ ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ
താഴെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ റൗണ്ടിന് ഒരു റോസ് കളറായിട്ട് ചെറിയ 2 ഡോട്ട് ഉണ്ടല്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സെൻറ്ററിൽ കാണുന്ന ആ ഒരു സ്ക്വയറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡോട്ടിലോട്ട് ലൈന് കാണുന്നുണ്ട് ഈ റൗണ്ടിൻ്റെ, അതിൻ്റെ പുറത്തുകൂടെ ജസ്റ്റ് നമ്മളിങ്ങനെ കൈകൊണ്ട് ഓക്കെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടായിട്ട് വരും. ഇനി നമ്മൾ ഈ താഴെ കാണുന്ന ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ ആയിക്കഴിഞ്ഞു. ഇനി അതിലൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് നെക്സ്റ്റ് ബട്ടൺ പോലെ കാണുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് എടുക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ, നമ്മൾ മുന്നേ വരച്ച പിക്ചറിൻ്റെ അതേ റൗണ്ടിൽ പക്ഷേ ആ ബ്ലാക്ക് കളർ ഷെയ്ഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിലെ ബോളിൻ്റെ പൊസിഷൻ അവിടെയാണെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന റൗണ്ടിൻ്റെ ആ സ്ക്വയർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് താഴോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ റൗണ്ട് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് വീണ്ടും താഴെ കാണുന്ന ഈ 2ാമത്തെ പേജിൽ നിന്ന് 3ാമത്തെ പേജിലേക്ക് നമുക്ക് മാറാം. പിന്നെ ഒന്നുകൂടെ താഴ്ത്തി കൊടുക്കാം, വീണ്ടും റൗണ്ട് ഇടാം. അതിങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ താഴെ വരെ നമ്മൾ ബോൾ എത്തിയിട്ടുണ്ട്. ഇനി ഇതേ പ്രോസസ്സ് നമ്മൾ മേലേക്കും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ റൗണ്ട് വരച്ചതൊക്കെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റായിട്ട് അത് ആ ഓരോരോ ലെയറിലുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒരു നിശ്ചിത സ്പീഡിൽ, അതാണ് നമ്മൾ ആ ഫ്രെയിം റേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ 12 ആണല്ലോ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ചിട്ടാണ് ഈ ഫോട്ടോസ് ആയിട്ട് ഈ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ വീഡിയോ പോലെ നമുക്കിങ്ങനെ ബോൾ ബൗൺസ് ചെയ്യുന്ന പോലെ ആവുന്നത്. ഇത് അത്രത്തോളം പെർഫെക്റ്റ് അല്ല, ഞാൻ നിങ്ങൾക്ക് ആ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേക്ക് മൂവി എന്ന് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും വരയ്ക്കാനുള്ള കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിതുപോലത്തെ കിടിലൻ ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.